ഈ കാണുന്ന സ്ഥലം തിരുവനന്തപുരത്തെ പരുത്തിപ്പാറ MG കോളേജിൻ്റെ ഗേറ്റാണ്. ഞാൻ പഠിച്ച തിരുവനന്തപുരം MG കോളേജാണ്. പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ പഠിച്ച കോളേജാണ്. ഇന്ന് ഈ റോഡ് വളരെയധികം വീതിയുണ്ട്. അതുമാത്രമല്ല അവിടുത്തെ പ്രത്യേകത, വൈകുന്നേരം ഏകദേശം 6 മണി ആകുന്നതോടെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഫുഡ് സ്ട്രീറ്റ് ഒരുങ്ങുകയായി. ഏകദേശം 1/2 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഫുഡ് സ്ട്രീറ്റാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ തരത്തിലുള്ള വിഭവങ്ങൾ, ചിക്കൻ, മട്ടൻ, ബീഫ്, ബെറോട്ട, പുട്ട് തുടങ്ങിയ വ്യത്യസ്ത ഇനം വിഭവങ്ങളുടെ ഒരു പറുദീസ എന്ന് വേണമെങ്കിൽ പറയാം. നിരവധി സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അല്ല, അവരിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ ഏകദേശം 6:30 തുടങ്ങുന്നു, ഏകദേശം 11 മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്നതാണ്. ഇവരെല്ലാവരും തന്നെ ഇതിൻ്റെ MG കോളേജിൻ്റെ പുറകുവശത്താണ് ഇവിടെ ഈ കടകളൊക്കെ സൂക്ഷിക്കുന്നത്. വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഇവരേകദേശം എല്ലാവരും ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഞാൻ ഇന്നലെ പോയി നോക്കിയപ്പോൾ ഏകദേശം നല്ല ഒരു പരമാവധി സ്റ്റാളുകൾ തന്നെ അതിനകത്തുണ്ട്. അതിനകത്ത് തന്നെ ഒരുപാട് സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ അതിനകത്ത് സ്റ്റാഫുകളായിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് എല്ലാവിധ ആഹാരങ്ങൾ കഴിക്കാനായി ഇവിടെ എത്തുന്നുമുണ്ട്. ഈ കൊറോണ സമയത്ത് പോലും നമ്മുടെ ഫുഡിൻ്റെ വിപണി വളരെയധികം മാർക്കറ്റുള്ള ഒരു വിപണിയായിരുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളരുന്നതുമായിട്ടുള്ളൊരു വ്യവസായമാണ് ഫുഡ് വ്യവസായം. കാറ്ററിംഗ് വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾക്ക് തന്നെ ഒരുപാട് അവസരമുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് കൂടുതൽ നമ്മൾ വിദേശത്തൊക്കെ കാണുന്നത് പോലെ കുറച്ചുകൂടി വൃത്തി പരിപാലിക്കണമെന്നുള്ളതാണ്. വൃത്തി ഉണ്ട് എങ്കിലും തന്നെയും നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു വൃത്തിയിലേക്ക് പോകണം എന്നുള്ളതാണ് തന്നെ അഭിപ്രായം. പിന്നെ ചെറിയ ചെറിയ കലാഷോകളോ അല്ലെങ്കിൽ പ്രദർശനങ്ങളോ ഒക്കെ വച്ച് ഇത് കൂടുതൽ ആകർഷകമാക്കാം എന്നും കൂടി അഭിപ്രായമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത്തരം റോഡുകളിൽ നമുക്ക് പരമാവധി സർക്കാരും യുവജനങ്ങളും ഈ നമ്മുടെ അത് നടത്തുന്ന എല്ലാ ആൾക്കാരും സംയുക്തമായി തന്നെ ചേർന്ന് നമുക്ക് ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ വളരെയധികം വികസനം സൃഷ്ടിക്കാൻ കഴിയും. മാത്രവുമല്ല, നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്തെങ്കിലും ഒരു വ്യവസായം വരികയാണെങ്കിൽ നമുക്ക് പ്രകൃതിയെ നശിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോഴാണ് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന വാക്ക് ഇവിടെ അന്വർത്ഥമാകുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളം എന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത്തരം വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, ടൂറിസവും കൂടി വരണം. അത്തരത്തിലുള്ള വ്യവസായങ്ങളാണ് നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഏകദേശം 1/2 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു ഗേറ്റിൽ നിന്നും മറ്റൊരു ഗേറ്റിലേക്ക് എത്തുന്ന ദൂരം വരെ ഇന്ന് പരുത്തിപ്പാറയിൽ നമ്മുടെ ഫുഡ് സ്ട്രീറ്റ് വികസിച്ചിരിക്കുന്ന കാര്യമാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഫുഡ് സ്ട്രീറ്റുകൾ വരട്ടെ. തിരുവനന്തപുരം സിറ്റി തന്നെ ഒരുപാട് സ്ഥലത്ത് ഇത്തരം ഫുഡ് സ്ട്രീറ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് ഏറ്റവും നീളം കൂടിയ ഒരു ഫുഡ് സ്ട്രീറ്റ് എന്ന ഖ്യാതിയാണ് ഇവിടെ സമ്മാനിച്ചിരിക്കുന്നത്. അത് വളരെ തന്നെ മനോഹരവും കൂടുതൽ ആകർഷകമാക്കാൻ കഴിയണം. മറ്റു സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഫുഡ് കേന്ദ്രങ്ങൾ വരട്ടെ എന്നുമാണ് നമ്മളുടെ ഒരു പ്രത്യേകം ആഗ്രഹം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പ്രകൃതി മനോഹരമായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസവും എല്ലാം കൂടി ഒത്തുചേർന്ന് നമ്മളെ വികസനവും ഇപ്പോൾ നമുക്ക് നമ്മുടെ കലാപ്രദർശനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേജ് ഷോകൾ, അങ്ങനെ മിമിക്രി ഉണ്ട്, പാട്ടുണ്ട്, അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ കലാരൂപങ്ങളൊക്കെ അവതരിപ്പിച്ച് ആൾക്കാരുടെ വികസനത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ജീവിത ദർശനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഒരു മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങൾ പ്രദർശനമായിട്ടോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ആകർഷകമാകും. കൂടുതൽ യുവാക്കൾക്കൊക്കെ ഈ രംഗത്തേക്ക് വരാൻ കഴിയും. അങ്ങനെ ടൂറിസം എന്ന് പറയുമ്പോൾ ലോകത്തെ നമ്മൾക്ക് ഈ രംഗത്തേക്ക് ഇങ്ങോട്ട് നമ്മുടെ കേരളത്തിലേക്ക് ആകർഷിക്കാനും നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങളും മഹത്വങ്ങളൊക്കെ അവിടെ പറഞ്ഞ് മനസ്സിലാക്കാനും സാധിക്കുന്നു ഇത്തരം നല്ല
ഫുഡെന്ന് പറയുമ്പോൾ അതിഥി ദേവോ ഭവ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. നല്ല വൃത്തിയോടും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഗേറ്റിൽ നിന്നും അടുത്ത ഗേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് ഏകദേശം 1/2 കിലോമീറ്ററോളം. ഇതാണ് പരുത്തിപ്പാറയിലെ ലോക പ്രശസ്തമായ ഫുഡ് സ്ട്രീറ്റ്. എല്ലാവരും തന്നെ ഇവിടം സന്ദർശിക്കുക, ഇവിടുത്തെ ആഹാരങ്ങൾ കഴിക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റുകളിൽ ഇതിൽ കുറിക്കുക, സമ്മാനങ്ങൾ നേടുക.